ഹലോ അലീന. കൺമണിയേ എൻ കനിയേ എന്നുയിരേ വിൺതാരകമേ ഇന്നരികെ നീയണയേ ഈ നെഞ്ചിൻ നോവലിയേ എൻ മകളെ സോറി, ഞാൻ അവിടെ വന്ന് പരിചയപ്പെട്ടപ്പോൾ ഒന്നും തുറന്നു പറഞ്ഞില്ല. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാനും കൂടെ ചേർന്നിട്ടാ. അതങ്ങനെ വേണമായിരുന്നു അപ്പോഴത്തെ സാഹചര്യം. മോളെ അലീന, അലീനയോട് ഒന്നും പറഞ്ഞില്ലായിരുന്നോ? ഞാനെന്ത് പറയാൻ? നിങ്ങളല്ലേ ഒളിച്ചു കളിച്ചത്. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അല്ല, നമ്മൾ രണ്ടുപേരും കൂടി. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കൂട്ടുന്നത്. ഒന്നും അറിയിച്ചില്ലേ? സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരാളാണ് അവളുടെ അച്ഛനെന്ന് പറഞ്ഞു. അത് നമുക്കറിയാം. ആ സ്റ്റാൻലി ജോസഫിന്റെ അടുത്തേക്കാണ് പോകുന്നതെന്നും പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഞാനവിടെ വന്നതും കണ്ടതും അതൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണോ പിണങ്ങിപ്പോയത്? പിണങ്ങി ഇങ്ങോട്ട് പോകാനാ? ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കട്ടെ. ഞാനൊരു അപ്പോളജി പറഞ്ഞാൽ മതിയോ? അപ്പോളജി ഒന്നല്ല, കുറേ പറയേണ്ടി വരും പോകെ പോകെ. അത് ഞാൻ നിന്നോട് അച്ഛൻ എന്റെ അടുത്ത് കള്ളം പറഞ്ഞില്ലേ? കള്ളം പറഞ്ഞില്ല മോളെ. എന്റെ അടുത്ത് സത്യം മറച്ചു വെച്ചു. അത് അപ്പോഴത്തെ സിറ്റുവേഷൻ. പേര് പോലും അച്ഛൻ പറഞ്ഞില്ല. ലാലിച്ചൻ എന്നാ പറഞ്ഞ്. സ്റ്റാൻലിയുടെ നിക്നെയിമാണ് ഈ ലാലിച്ചൻ. എന്തിനാ എന്നോട് രണ്ടുപേരും കൂടി കള്ളത്തരം കാണിച്ച്? മോളെ, നീ 23 വയസ്സുള്ളൊരു സ്ത്രീയാ. ഞാനിവിടെ വന്ന് അയാളെ കാണുന്നത് വരെ അരിയനെ എന്ന് നീ ഈ ലോകത്തുണ്ടെന്ന് പോലും അയാൾക്കറിയത്തില്ല. നിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല അയാൾ. എന്നെപ്പോലും അറിയത്തില്ല സ്റ്റാൻലിക്ക്. അങ്ങനെയുള്ള സ്റ്റാൻലി ജോസഫ് എങ്ങനെ വിശ്വസിക്കും അയാൾക്ക് 23 വയസ്സുള്ള മകളുണ്ടെന്ന്? ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അന്വേഷിക്കണ്ടേ? സത്യമാണെന്ന് ബോധ്യപ്പെടാൻ തെളിവുകൾ വേണ്ടേ? സത്യമാണെന്ന് തെളിഞ്ഞാലും നിന്നെ മകളായിട്ട് അംഗീകരിക്കാനും സ്വീകരിക്കാനുള്ള സാഹചര്യവും മനസ്സും വേണ്ടേ? ഒരച്ഛനെ മകളെ അംഗീകരിക്കാൻ എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തണം? ഇത് സിനിമയല്ല മോളെ. ഒരു മകളുണ്ടെന്ന് അറിഞ്ഞാൽ ഉടനെ എന്റെ മോളെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കാൻ. അയാൾക്ക് എന്തെല്ലാം നോക്കണം? ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സോഷ്യൽ സ്റ്റാറ്റസ്, മുന്നോട്ടുള്ള വെല്ലുവിളികൾ. സ്റ്റാൻലി ജോസഫ്
വീട്ടിൽ വന്നപ്പോ ഇതാണ് മോളെ നിന്റെ അച്ഛനെന്ന് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തിയിരിക്കട്ടെ. നിന്നെ സ്വീകരിക്കാൻ സ്റ്റാൻലിക്ക് മനസ്സില്ലെങ്കിലോ? നിന്റെ മനസ്സ് വേദനിക്കില്ലേ? എനിക്കും അത് വിഷമാവും. സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അച്ഛനോട് പറഞ്ഞില്ലായിരുന്നോ? ഇന്നലെയാണ് പറഞ്ഞത്. ഇന്നിപ്പോ നമ്മൾ ഇങ്ങോട്ട് വന്നില്ലേ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കരുതെന്നല്ലേ പ്രമാണം? ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ. സ്റ്റാൻലിക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്നാണ് എന്റെ അറിവ്. ആരാത്? എത്ര കുട്ടികളുണ്ട്? അതൊന്നും എനിക്കറിയത്തില്ല. അറിയാൻ എനിക്ക് താല്പര്യമില്ല. അതൊക്കെ അറിയണമെങ്കിൽ നീ ചോദിച്ചു മനസ്സിലായിക്കോണം. ആരോട്? നിന്റെ അപ്പനോട്. നീ കണ്ടില്ലേ അയാളെ? കണ്ടു. എനിക്ക് എന്തോ പോലെ തോന്നുന്നു. മോളെ, അയാള് നിന്റെ അച്ഛനാണെന്ന് മനസ്സിലായി. എനിക്ക് അയാളുടെ ഒരു കാര്യത്തിൽ താല്പര്യമില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് അയാളെ ഇഷ്ടമല്ല. ഞാൻ ശത്രുവായിട്ട് കാണേണ്ട ആളാണ് സ്റ്റാൻലി. നിന്നെ ഓർത്തു മാത്രമാ ഞാനിവിടെ വരെ എത്തിയത്. സോറി അച്ഛ, ഞാൻ എന്റെ അവസ്ഥ മാത്രമേ ആലോചിച്ചുള്ളൂ. സാരമില്ല, അയാൾ നിന്നെ സംരക്ഷിച്ചോളാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അയാളുടെ അവസ്ഥയെ മനസ്സിലാക്കണ്ടേ മോളെ? വിവാഹത്തിന് മുമ്പ് ഒരു അന്യ സ്ത്രീയിൽ ജനിച്ച മകളുണ്ടെന്ന് ആരും അഭിമാനത്തോടെ പറയുമെന്ന് തോന്നുന്നില്ല. നിനക്ക് കാര്യം മനസ്സിലായോ? മനസ്സിലായി. എന്നവാ തണലായി ഞാൻ കൂടില്ലേ, എന്നുയിർനാളം നീയല്ലേ, പിരിയാനായി വയ്യാതെ നിൽക്കുന്നെന്നുയിരേ, നീയാണെൻ ഇരുൾനാളം, നീയില്ലാതെ നീയേ. ആൻഡ്രവൻ ചേട്ടാ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? സിഗരറ്റ് ഉണ്ട് പറഞ്ഞാ എന്താ? ആ പൗലോസിനോട് ചോദിക്ക്, എന്റെ കാര്യമില്ല. ചേട്ടോ, ചേട്ടൻ എന്തെങ്കിലും പിടുത്തം കിട്ടിയോ? ഞാൻ ഒരിടത്തും പിടിച്ചില്ലല്ലോ. വന്നവൻ ആരാണെന്ന് എന്തെങ്കിലും ഊഹം? മറ്റേ ആള് പാലക്കാരനാ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയതല്ലേ? ആ കാറ് കോട്ടയം രജിസ്ട്രേഷനാ. ആ പെണ്ണാരാണെന്ന് ഒരു പിടിയും കിട്ടാത്ത. കണ്ടിട്ടൊരു കല്യാണ പെണ്ണിന്റെ ലക്ഷണമുണ്ട്. ആരുടെ കല്യാണ പെണ്ണ്? ഊളത്തരം പറയല്ലേ പൗലോസേ, വന്നാളുടെ മകളാണത്. ആ പെണ്ണ് അച്ചാന്ന് വിളിക്കണമെന്ന് ഞാൻ കേട്ടു. ആയിക്കോട്ടെ, അയാളെന്തിന് മകളെ കൊണ്ടുവന്നിരിക്കുന്നു? അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ആ പാലക്കാരൻ മുമ്പൊരു ദിവസം ഇവിടെ വന്നിട്ട് പോയത്. അതെന്തിനാ ആ പാലക്കാരൻ അയാളുടെ മോളെ ഇവിടെ കൊണ്ടുവരുന്നത്? എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ ആൻഡ്രവൻ ചേട്ടാ. ആ പെണ്ണിന് താമസിക്കാൻ വേണ്ടിയാ ഗസ്റ്റ് റൂം ഒരുക്കിയിടാൻ കേണൽ സാബ് എന്റെ അടുത്ത് പറഞ്ഞത്. കേണൽ സാറ് മോളെ ഇവിടെ വിട്ടിട്ട് തിരിച്ചു പോവാ, അതോ രണ്ടുപേരും ഇവിടെ താമസിക്കോ? ആ പെണ്ണിന് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം മറ്റയാള് പോകുന്നല്ലേ? ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അപ്പൊ പിന്നെ ആ പെണ്ണിനെ എന്തിനു കൊണ്ടുവന്നാ? എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണോ? കേണൽ സാബ് കേക്കണ്ട, സാബ് അങ്ങനത്തെ ആളല്ല. എന്നാ പിന്നെ ആൻഡ്രവൻ ചേട്ടൻ പറ, അതാരാന്ന്? നമ്മളാരും ഇത്രയും കാലത്തിനിടയ്ക്ക് കണ്ടിട്ടില്ല. അതിന് സാബിന്റെ മൂത്ത മോള് ടാനിയ മോളുടെ ഒരു ലുക്ക് ഉണ്ട്. എന്നാൽ അത് കേണൽ സാറിന്റെ അനിയന്മാരോ പെങ്ങന്മാരോ മോളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം അത് എവിടെയായിരുന്നു? ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ആ പെങ്കൊച്ചിന് ഇവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? അതുമില്ല. ആ, അത് ശരിയാ. ആ പെണ്ണിന് കേണൽ സാബിനെ പോലും പരിചയമില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. ബന്ധുക്കളാണെങ്കിൽ പരസ്പരം അറിയണ്ടേ പൗലോസ് ചേട്ടാ? അകന്ന ബന്ധത്തിലുള്ളതാണെങ്കിലോ
അകന്നതാണെങ്കിൽ ആരെങ്കിലും കേണൽ സാറ് തനിയെ താമസിക്കുന്നിടത്തോട്ട് കൊണ്ടുവന്ന് താമസിപ്പിക്കോ? അതിലൊരു ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ല എൻ്റെ ചേട്ടാ. എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറയാം. കേണൽ സാബ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനിലായിരുന്നു. ആ പാലാക്കാരൻ വന്ന് പോയതിനു ശേഷം എന്നിട്ട് കേണൽ സാബ് ഒരു ദിവസം പാലായ്ക്ക് പോയി. പിറ്റേ ദിവസമാണ് വന്നത്. കേണൽ സാറ് റോങ് സൈഡിൽ കൂടി വണ്ടി ഓടിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. നീ എന്താ ഉദ്ദേശിച്ചേ? സംതിങ് റോങ്. അത് മനസ്സിലായി. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നീ പറ. എന്റെ ഡ്രൈവർ ജോലി കളയിക്കാനാണോ? എന്റെ മനസ്സിൽ ഒന്നുമില്ല പൗലുസേട്ടാ. ഞാൻ നിഷ്കളങ്കൻ. സാബ് വിളിക്കുന്നു, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇവിടെ എല്ലാം റെഡിയാക്കിയേക്കണേ. ആ പെണ്ണിനെ കണ്ടിട്ട് എങ്ങനെയുണ്ടാ? സൂപ്പർ. ഫിലിം സ്റ്റാർ മാതിരി ഇരിക്കുന്നു. പെണ്ണുങ്ങളുടെ ഒരൊറ്റ എണ്ണത്തിന് ഈ പരിസരത്ത് അടുപ്പിക്കാത്ത ആളാ. ഇത് എന്ത് പറ്റിയാവോ? ആ പിണക്കം മാറ്റിയോ? അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഈസി ആയിരിക്കുമെന്ന്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. സം കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടീസ് ആർ ദർ. ആദ്യം പരിചയപ്പെടുമ്പോൾ നമ്മളെല്ലാം മറച്ചു വെച്ചില്ലേ? അതവക്ക് പിടിച്ചില്ല. ഇപ്പൊ അവക്ക് മനസ്സിലായി. താങ്കൾ പറഞ്ഞതുപോലെ ചില റിലേഷൻഷിപ്സ് ഇണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാൻ കുറേയധികം വർഷം ആർമിയിലായിരുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്നാരോടും ഇന്റിമസി വരാറില്ല. അപ്പച്ചൻ പറയും ഞാനൊരു മൊശടൻ അല്ല മുരടനാണെന്ന്. അത് കറക്റ്റായിരിക്കും. അപ്പച്ചൻ ഒരുപാട് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. ഇവള് കുറച്ച് ഇമോഷണലാ. സ്നേഹമുള്ളതും ഇല്ലാത്തതും ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയും. പുറമേ കാണിച്ചാ പോരാ, ഉള്ളിൽ വേണം. അതെല്ലാം ഞാൻ ഇനി പഠിക്കണം. എന്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു കാലത്ത് ധാരാളം കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴോ അതെല്ലാം പോയി. ഇനി ഞാൻ പഠിക്കാല്ലേ? അത് വേണ്ടി വരും. മിസ്റ്റർ ബാലേന്ദ്രൻ, നിങ്ങൾ കുറെ ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ? നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ കുക്ക് ചെയ്യാൻ ആളുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എന്തും അദ്ദേഹം വെച്ച് തരും. അയ്യോ, എനിക്കൊന്നും വേണ്ട. ഞങ്ങള് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത്. ഒരു കോഫി കഴിക്കാം, അല്ലെങ്കിൽ ടീ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്നാക്സ്. ഒന്നും കഴിക്കാതെ പോകരുത്. എന്റെ വീട്ടിൽ വന്ന ആളല്ലേ? അത് ഞാനൊരു ഡ്രൈവറായിട്ട് വന്നതാ. അലീനെ ഇവിടെ എത്തിക്കാൻ വേണ്ടി മാത്രം. ഒരു ഡ്രൈവറെ അയച്ചാൽ മതിയായിരുന്നു. അങ്ങനെ പറയരുത് മിസ്റ്റർ ബാലേന്ദ്രൻ. നിങ്ങളെപ്പോലെ ഇത്രയും പ്രാധാന്യമുള്ള ഗസ്റ്റ് ഈ അടുത്ത കാലത്തൊന്നും ഈ വീട്ടിൽ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഒരു മിനിസ്റ്റർ വന്നുപോയി. അതൊന്നും എനിക്ക് പ്രധാനപ്പെട്ടതല്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ ആതിഥ്യം സ്വീകരിക്കണം. നമുക്കൊരുമിച്ചിരുന്ന് എന്തെങ്കിലും കഴിക്കാം, ഈ ദിവസത്തിന്റെ സന്തോഷത്തിന് വേണ്ടി. കഴിക്കാച്ച. അതെ, ഞാൻ അവിടെ വന്ന് കോഫി കഴിച്ചില്ലേ? ഇമോഷണലി നമുക്ക് അടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാകാം. പക്ഷേ നിങ്ങൾ അലീനയുടെ അച്ഛനാണ്. ഞാൻ അവളുടെ പപ്പയാകാൻ പോകുന്നതേ ഉള്ളൂ. നമുക്കിടയിൽ ഒരു പാലമുണ്ട്. ഞാൻ നിങ്ങളുടെ ആതിഥ്യം ഒന്നും നിഷേധിക്കുന്നില്ല. നമ്മളെ പെട്ടിയെടുക്കണ്ടേ? ലഗേജ് അതൊക്കെ ആന്റെ അപ്പനെടുത്തോളൂ. അത് പിന്നെ എടുക്കാം. ഇങ്ങനെ രണ്ടുപേരും അകത്തേക്ക് വാ.
മിസ്റ്റർ മേനോൻ, ഇരിക്കൂ. ആ, രണ്ടുപേരും ഇരിക്കൂ. ഇരിക്കുവാണ്. ഇവർക്ക് ടീ ആണ് വേണ്ടത്. ഇത് പൗലോസ്, ഇവിടുത്തെ കുക്കാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് നമ്മുടെ ആയുസ്. ആന്റപ്പനെ വിളിക്കൂ. ആന്റെ പേട്ടാ, ആന്റെ പേട്ടാ, ആ ബൈജുവിനെയും വിളിച്ചു. ബൈ ചേട്ടാ. ചായ കുടിക്കൂ. ഇഷ്ടപ്പെട്ടില്ലേ? ഓരോ വീട്ടിലും ചായക്ക് വ്യത്യസ്ത രുചികളായിരിക്കും. നല്ലത് ഏതാണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കോഫിക്ക് അത്ര പ്രശ്നമില്ല. ഇത് ബൈജു, എന്റെ ഡ്രൈവറാണ്. ആന്റപ്പൻ എന്റെ ഓർഡറിലായിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇത് എന്റെ മകൾ അലീന. എനിക്ക് ഇങ്ങനൊരു മകളുണ്ടെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. എനിക്കും അറിയില്ലായിരുന്നു. ഇദ്ദേഹം ബാലചന്ദ്ര മേനോൻ, പാലായിലെ ബിസിനസ്മാൻ. ഇദ്ദേഹമാണ് എന്റെ മകളെ എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെയൊരു മകൾ ഉണ്ടായതെന്ന് നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് തല പുകയിക്കണ്ട. 23 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്ര കന്റോൺമെന്റ് ജോലി ചെയ്യുമ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ആ സ്ത്രീ പ്രസവിച്ച മകളാണിത്. ആ, മിസ്റ്റർ മേനോൻ, ചായ കുടിക്കൂ. അതിന്റെ ചൂട് കുറഞ്ഞു പോകും. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി പോയിക്കോ. പൗലോസേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. എനിക്ക് അവരോട് അത്രയെങ്കിലും പറയണം. ഇല്ലെങ്കിൽ അവർ 3 പേരും കൂടി ഇന്നേ വരെ ലോകത്തുണ്ടായതിനേക്കാൾ വലിയ കഥകളുണ്ടാക്കും. അലീന എന്നോടൊരു സംശയം ചോദിച്ചു. മിസ്റ്റർ സ്റ്റാൻലിക്ക് ഭാര്യയും മക്കളും ഒന്നുമില്ലേ? അവരെവിടെയാന്ന്? ഈ വീട്ടിലില്ലേന്ന്? ഭാര്യ, മക്കൾ, ബന്ധുക്കൾ എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ വീട്ടിലല്ല. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ തോട്ടം നോക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച വീടാണിത്. അഞ്ചലിൽ മറ്റൊരു വീടുണ്ട്. അവിടെയാണ് വൈഫും കുട്ടികളും താമസിക്കുന്നത്. ധൃതി വെക്കണ്ട, അവരെല്ലാം പരിചയപ്പെടേണ്ടി വരും. ആ, നിങ്ങൾ ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ. എന്തെങ്കിലും കഴിക്കണം. കേട്ടില്ലേ? ഇവിടെ പാചകത്തിന് ആളുണ്ട്. കഴിക്കുന്ന ജോലി മാത്രം ചെയ്താൽ മതി നിനക്ക്. അത്
ഇപ്പോഴേ തുടങ്ങിക്കോ. ഇവിടെ ജോലിയൊന്നുമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ജോലിക്കാരുണ്ട്. സമയം പോകാൻ TV കാണാം, പാട്ട് കേൾക്കാം, വായിക്കാൻ പുസ്തകങ്ങളുണ്ട്. പിന്നെ എന്റെ നായ്ക്കളോട് കൂട്ടുകൂടാം. അവരെല്ലാം വളരെ നല്ലവരും സ്നേഹമുള്ളവരും നന്ദിയുള്ളവരുമാണ്. താങ്ക് യു മോളെ. താങ്ക്സ് ഫോർ എവരിത്തിങ്. എന്റെ ഊന്നുവടിയാ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത്. ഇനി ഞാൻ എവിടെ വീഴുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അച്ഛനെ കൂടി പോകുമ്പോ എന്നെ ഏതോ കാട്ടിൽ കൊണ്ടുവിട്ട പോലെ. പിന്നി കീറിയ ഉടുപ്പ് തുന്നി തയ്ച്ചിട്ടോണ്ട് നടന്നിട്ടുണ്ട് ഞാൻ. മാറിയിടാൻ വേറൊരെണ്ണത്തിന് കൊതിച്ചിട്ടുണ്ട്. അന്നില്ലാത്ത ഡ്രസ്സ് ഇന്നെന്തിനാ?